അവൾ സ്ഥാപനത്തിലെത്തിയതും ആദ്യമേ മാനേജറെ കാണണമെന്ന് വിചാരിച്ചു. കാരണം മാനേജർ നല്ലൊരു മനുഷ്യനാണ്, സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് അവൾ മാനേജറെ കാണുന്നത്. എന്ത് കാര്യവും തുറന്നു പറയാൻ, ഏത് സാഹചര്യത്തിലും ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ഒരു നല്ല മനുഷ്യനാണ്. മാത്രമല്ല സഹപ്രവർത്തകരും നല്ലവരാണ്. അവൾ രണ്ടും കൽപ്പിച്ച് മാനേജറുടെ റൂമിലേക്ക് ചെന്നതും മാനേജർ എത്തിയിട്ടില്ലായിരുന്നു. അവൾ ഫോണിൽ വിളിച്ചപ്പോൾ സാർ എവിടെയാണ്? ഞാനൊരു അരമണിക്കൂറിനകത്ത് എത്തും രമ്യ. എന്തു പറ്റി? അല്ല സാറേ, സാറിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ പറഞ്ഞു. ഓക്കെ രമ്യ, ഫോൺ വെച്ചോളൂ, ഞാൻ അരമണിക്കൂറിനകത്ത് എത്തും. അങ്ങനെ അവൾ സഹപ്രവർത്തകരുടെ ഇടയിലേക്ക് ചെന്നു. അവളുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് അവർ ചോദിച്ചു, എന്തു പറ്റി രമ്യേ? ഒന്നും പറയണ്ട, ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല, നീ കാര്യം പറയൂ. അവൾ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതവും ഇപ്പോൾ മനോജിൻ്റെ കൂടെയുള്ള ജീവിതവും വീണ്ടും അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് പോയതും എല്ലാം വളരെ ലഘുവായ രീതിയിൽ അവരോടൊക്കെ അവതരിപ്പിച്ചു. അപ്പോഴൊക്കെ അവർ പറഞ്ഞത്, നിനക്കിത് വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് നിന്നാൽ പോരായിരുന്നോ? എന്തിനാണ് നീ ഈ മനോജിൻ്റെ കൂടെ പോയത്? അതല്ലേ നീ ഇങ്ങനെ നടന്ന് അനുഭവിക്കുന്നത്? നീ നിൻ്റെ അമ്മ അച്ഛനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്ക്, നിന്നെ ഈ കഷ്ടതയിൽ നിന്ന് രക്ഷിക്കാൻ എന്തായാലും അവർക്ക് സാധിക്കും. ഒരിക്കലുമില്ല, ഞാനിനി ആ വീട്ടിലേക്ക് പോകത്തേ ഇല്ല. കാര്യം അവരെയൊക്കെ വേദനിപ്പിച്ച് ഞാൻ എടുത്ത തീരുമാനമാണ്. ഇനി എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. നിൻ്റെ ഭർത്താവിനെ കുറിച്ച് നീ തിരക്കിയോ? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ അവിടേക്ക് ചെല്ലുമ്പം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി ഒരുമിച്ച് അത് പറ്റില്ല, ഞങ്ങൾ ഡിവോഴ്സായി, ഇനി ഒരിക്കലും ആ വീട്ടിലേക്കോ ഇനി ഭർത്താവിനെ കുറിച്ചോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇയാളിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, സഹപ്രവർത്തകരെ അറിയിക്കും, ഞാൻ ജോലി സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇതൊക്കെ പറയേണ്ടി വന്നത്. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ അവളോട് ദേഷ്യമൊന്നും തോന്നിയില്ല, സഹതാപം മാത്രമാണ് തോന്നിയത്. ഒരു പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ, അഹങ്കാരമാണ് കാണിച്ചതെങ്കിലും അവൾ ഇപ്പോൾ വന്ന് നിൽക്കുന്ന അവസ്ഥ വളരെ മോശമാണ്. അത് ഒരു കുഞ്ഞും കൂടിയുണ്ട്. ആർക്കും അവളെ തള്ളിക്കളയാനോ അവളോട് ദേഷ്യമോ ഒന്നും തോന്നിയില്ല. അവൾ കാണിച്ചതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് അവൾക്ക് കിട്ടാനുള്ളത്? ഇനി ഇതിൻ്റെ പേരിൽ ആർക്കും അവളെ ശിക്ഷിക്കാനും കഴിയില്ല. കാരണം ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ, തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല. എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചു. ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ ഉണ്ട്, അവനിഞ്ഞ് വരട്ടെ പറയാൻ, ഞങ്ങൾ അവനെ ഓടിച്ചോളാം, നീ സമാധാനമായിട്ടിരിക്കുക. അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാനേജർ വന്നു. അവൾ മാനേജറുടെ റൂമിലേക്ക് പോയി ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കേട്ടുകൊണ്ട് മിണ്ടാതെയിരുന്നു. കുറച്ച് നേരം താടിക്ക് കയ്യും കൊടുത്തിരുന്നു. അവസാനം രമ്യയോട് ചോദിച്ചു, ഞാൻ പറയുന്നതിൽ തെറ്റൊന്നും വിചാരിക്കില്ല. രമ്യ എടുത്ത തീരുമാനം വളരെ മോശമായിപ്പോയി. കാരണം നല്ലൊരു ഭർത്താവും എല്ലാം ഉണ്ടായിരുന്നല്ലോ, നല്ല ജീവിത സാഹചര്യങ്ങൾ വളർന്നൊരു കുട്ടിയായിരുന്നു രമ്യ. ഇപ്പോൾ രമ്യയുടെ ജീവിത സാഹചര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തെല്ലാം നമ്മൾ സ്വയം അനുഭവിക്കണം. ഇപ്പോൾ നോക്കിയേ, സമാധാനവുമില്ല, സന്തോഷവുമില്ല, നല്ലൊരു ലൈഫുമില്ല, കഷ്ടപ്പാടല്ലേ ഉള്ളൂ രമ്യയ്ക്ക്. അമ്മയും അച്ഛനും ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ? മാനേജർ പറഞ്ഞു. വേണ്ട സാർ, വേണ്ട. രമ്യയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യമോ തുണയോ വന്നാൽ അമ്മയും അച്ഛനും പോലെ ആരും ഒക്കത്തില്ല. അതൊന്നും വേണ്ട. അവരെ എല്ലാം തള്ളിക്കളഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വന്നത്. ഇനി എനിക്ക് അവരെ എൻ്റെ ജീവിതത്തിലോട്ട് കൂട്ടാൻ പറ്റില്ല സാർ. കാരണം ഞാൻ അവരെ ധിക്കരിച്ച് വന്നതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അമ്മയും അച്ഛനെ ഈ വേദനയിലേക്ക് കൂട്ടാനോ അല്ലെങ്കിൽ അവരുടെ സമാധാനം കെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോകാനോ എനിക്ക് താല്പര്യമില്ല. എനിക്കിവിടെ തുടർന്ന് പോകണം. എനിക്ക് ആകപ്പാടെയുള്ള അമ്മയും അച്ഛനും എൻ്റെ വീടും എല്ലാം ഈ സ്ഥാപനമാണ്. എനിക്ക് ഇവിടെ നിന്ന് ഒരിക്കലും പോകാൻ സാധിക്കില്ല. എൻ്റെ കുഞ്ഞിനെ നന്നായി വളർത്തണം, അതേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ ഈ സ്ഥാപനം പൂർണ്ണ പിന്തുണ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നു. എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ കാര്യവും എൻ്റെ കാര്യമൊക്കെ ഇവിടെ വന്ന് പറയും, എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ ഇറക്കി വിടുമെന്നൊക്കെ. അപ്പോൾ മാനേജർ ഒന്ന് ചിരിച്ചു. അതൊക്കെ അവൻ്റെ വ്യാമോഹം മാത്രമാണ്. ഒരാൾക്കൊരു പ്രശ്നമുണ്ടായെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ആട്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു വിടുകയോ ചെയ്യുന്നതാണോ മര്യാദ? അപ്പോൾ രമ്യയെ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട കാര്യം എന്തുകൊണ്ട്? രമ്യയുടെ ഫാമിലി വിഷയമാണ്, അതിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ട ഒരു കാര്യമില്ല. രമ്യ ഇവിടെ ജോലിക്ക് വരുന്നുണ്ടോ, ഈ സ്ഥാപനത്തിൽ രമ്യ എങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം ഞങ്ങൾക്ക് നോക്കിയാൽ മതി. അല്ലാതെ രമ്യയുടെ ഫാമിലി വിഷയം ഞങ്ങൾക്ക് കേട്ടിട്ട് രമ്യ ഇവിടുന്ന് പറഞ്ഞു വേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് അവൻ പറയുന്നത്. അതൊന്നും രമ്യ കാര്യമാക്കണ്ട. ഞങ്ങൾക്ക് രമ്യ 100-ൽ 100ആണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട കാര്യം എന്തുകൊണ്ട്? അവനിങ്ങ് വരട്ടെ, അവനെ ഞങ്ങൾ ഓടിക്കാം. മാനേജർ വാക്ക് കൊടുത്തു. പിന്നെ അവൾക്ക് പൂർണ്ണ സന്തോഷമായിരുന്നു. ഒന്നും പേടിക്കാനില്ല. നാളെ തന്നെ കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്ന് മാറണം. അത് തീരുമാനിച്ച് എങ്ങനെയെങ്കിലും വൈകുന്നേരമാക്കി അവൾ
ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ മനോജ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനെ പോയി എടുത്തു. അതിനുശേഷം മനോജിൻ്റെ ബൈക്കിൽ കയറി അവനൊരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഇവൻ എപ്പോഴും തിന്നണം, കുടിക്കണം, സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചൂടോടെ ചായയും പൊരിപ്പും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവൾ കഴിക്കാൻ നിന്നത് തന്നെ വീട്ടിൽ ചെന്നാൽ ഒന്നും കഴിക്കാൻ കാണത്തില്ല. രാവിലെ ഉണ്ടാക്കി വെച്ചതല്ല അവരൊക്കെ തിന്ന് തീർത്ത് കാണും. ഉള്ളതാവട്ടെ എന്ന് കരുതി അവൾ ചായയും പൊരിപ്പും കഴിച്ചു. കുഞ്ഞിനും പാലും വെള്ളം വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം വീട്ടിലേക്ക് ചെന്നതും തൂത്തിട്ടുമില്ല, വാരിയിട്ടുമില്ല, അടുക്കള മൊത്തം കുളവാക്കി ഇട്ടേക്കുന്നു. അവൾ അടുക്കളയിലോട്ടൊന്നും വൃത്തിയാക്കാനേ പോയില്ല. ചായ കുടിച്ചത് തന്നെ ധാരാളം. കുഞ്ഞിന് ഇച്ചിരി കുറുക്കുണ്ടാക്കി അകത്തേക്ക് കൊണ്ടുവച്ചു. അതിനുശേഷം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബാഗിനകത്ത് വെച്ചു. കുഞ്ഞിനെ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കി. അവൾക്ക് ഒരു സാധനവും അവിടെ മിസ്സായി പോകരുതെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. എല്ലാ സാധനങ്ങളും അവൾ ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോജ് വന്നു. നീ എന്ത് സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? അത് ഉള്ള സാധനങ്ങളൊക്കെ തുണിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചതാ, പൊടി കയറണ്ടെന്ന് വിചാരിച്ച്. അവനോട് തൽക്കാലം കാര്യം പറയണ്ട എന്ന് വിചാരിച്ചു. കാരണം അവൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയല്ല എല്ലാവരും അറിയും, പിന്നെ ആപാടെ പ്രശ്നമാവും. അങ്ങനെ അവനോട് പറയണ്ട എന്ന് കരുതി രാവിലെ പോകാൻ നേരത്ത് അവനൊരു കോള് വന്ന് അവനങ്ങ് പോയി. അവൻ പറഞ്ഞു, നീ ഇറങ്ങാൻ നേരത്തെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടാക്കാം. അവൾ ഓക്കെ എന്ന് തലയാട്ടി. പക്ഷേ ഇറങ്ങാൻ നേരത്തെ അവൾ വിളിച്ചില്ല. അവൾ ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ടേക്കൊന്ന് വരണം, എനിക്ക് ജോലി സ്ഥാപനത്തിലേക്ക് പോകണം. അമ്മായിയമ്മ എന്ത് ചെയ്യുന്നു നോക്കിയപ്പോൾ അവർ ബാത്റൂമിൽ എങ്ങാണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ബാഗ് എടുത്ത് ഓട്ടോയിൽ വെച്ചു. അതിനുശേഷം കൊച്ചിനെയും എടുത്തുകൊണ്ട് കയറി. അങ്ങനെ ഓട്ടോ മുന്നോട്ട് പോയി. അവർ ബാത്റൂമിൽ നിന്ന് ഓടിപ്പിടിച്ചിറങ്ങി. അവൾ പറയാതങ്ങ് പോയി. അവൾ തുണിയും സാധനങ്ങളും കൊണ്ടുപോയത് അവരാരും അറിഞ്ഞില്ല. അങ്ങനെ അവർ അടുക്കളയിലേക്ക് ചെന്നു. ഒന്നും വെച്ചിട്ടില്ല. ഒരു ചായ പോലും ഇട്ടിട്ടില്ല. ആദ്യത്തെ ദിവസം വേവിക്കാൻ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ജോലിയും അവളങ്ങ് ചെയ്യുമെന്ന്. കണക്കാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രാവിലത്തേക്കുള്ള ആഹാരം വയ്ക്കാനായി കയറി. അവൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള സമാധാനത്തിലും സന്തോഷത്തിലുമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഡേ കെയറിലാക്കി ബാഗും സാധനങ്ങളും ഒക്കെ ഹോസ്റ്റലിലും കൊണ്ടുവച്ചു. അതിനുശേഷം അവൾ ജോലിക്ക് കയറിയിട്ട് മനോജിന് മെസ്സേജ് ഇട്ടു, ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജോലി സ്ഥാപനത്തിൽ വന്ന് പറയൂ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുകയോ ചെയ്തു. ഞാൻ എല്ലാം ഈ സ്ഥാപനക്കാരോടും എൻ്റെ സഹപ്രവർത്തകരോടും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യും. ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനും ഡിവോഴ്സ് ചെയ്യാനും തീരുമാനിച്ചു, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അവന് മെസ്സേജ് കണ്ടതും എന്തെന്നില്ലാത്ത വല്ലായ്മ തോന്നി. രാവിലെ എനിക്ക് ഏത് സമയത്താണോ പോകാൻ തോന്നിയത്, ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ ബാഗും സാധനങ്ങളുമായിട്ട് ഇവിടുന്ന് ഇറങ്ങില്ലായിരുന്നു. അവന് മനസ്സിൽ എന്തെന്നില്ലാത്ത വിഷമം തോന്നി. അമ്മയ്ക്ക് 2 വഴക്ക് കൊടുക്കണം. അവൻ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചു, അവൾ ഇവിടുന്ന് ബാഗും സാധനങ്ങളുമൊക്കെ പറക്കിക്കൊണ്ടിറങ്ങിയത് അമ്മ കണ്ടില്ലേ? ഞാൻ ബാത്റൂമിലായിരുന്നു. ബാഗൊക്കെ കൊണ്ടുപോയോ? പിന്നില്ലേ, അവൾ ബാഗും സാധനങ്ങളുമൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോയത്. അമ്മ കണ്ടില്ലേ ഇതൊന്നും? ഒരു ഓട്ടോ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ട് എന്തൊക്കെ കൊണ്ടുപോയെന്ന് ഞാൻ കണ്ടില്ല. അവളിനി ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അവളവിടെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് വിവരം പറയുമെന്ന് പറഞ്ഞ് ഇത്രയും നാൾ അവളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരുന്നു. ഇപ്പോൾ അവൾ ആ കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പറഞ്ഞ്. പക്ഷെ അവൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവനൊരു സംശയമുള്ളതിനാൽ ഹോസ്റ്റലിൽ ചെന്ന് അവളുടെ ജോലി സ്ഥാപനത്തിൽ ചെന്ന് ഉള്ള കാര്യം പറയണമെന്ന് അവൻ തീരുമാനിച്ച് ഉച്ചയ്ക്ക് ശേഷം അവളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ചെന്നു. മാനേജറെ കാണണമെന്ന് പറഞ്ഞു. മാനേജറുടെ റൂമിലേക്ക് ചെന്ന് ഈ കാര്യം പറയാൻ വന്നപ്പോൾ മാനേജർ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തനിക്ക് എന്താണ് വേണ്ടത്? അവളെ ഈ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞുവിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഒന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. അവൾ എങ്ങനെയാണ് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് മാത്രം ഞങ്ങൾക്ക് നോക്കിയാൽ മതി. അതുകൊണ്ട് അവളെ പറഞ്ഞു വിടാൻ മതിയായ കാരണങ്ങളൊന്നും ഇവിടെ ഇല്ല. അതിനാൽ തനിക്ക് പോകാം. മാനേജർ ദേഷ്യത്തിൽ പറഞ്ഞു. അവന് എന്തെന്നില്ലാത്ത കലി വന്നു. ഇവളെ ഇനി കിട്ടില്ല, തൻ്റെ വരത്തേക്ക് ഇനി വരികയില്ലെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് ഇറങ്ങി. മാനേജർ അപ്പോൾ തന്നെ രമ്യ വിവരം അറിയിച്ചു, അവൻ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അവൾക്ക് തോന്നി വൈകുന്നേരം ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുക. അങ്ങനെ അവൾ ജോലി സ്ഥാപനത്തിൽ നിന്നും വൈകുന്നേരം ഇറങ്ങി പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസുകാർ അവനെ വിളിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ അവൻ എത്തിയതിന് ശേഷം രമ്യ അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. പോലീസുകാർ ചോദിച്ചു, നീ എന്തിനാണ് ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്നത്? അത് എൻ്റെ ഭാര്യയാണ് സാർ. ഭാര്യയാണെന്നും പറഞ്ഞ് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? ഇനി മേലിൽ അവളെ ശല്യപ്പെടുത്തരുത്. ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 2 പേരും ഒരുമിച്ച് ജീവിക്കൂ. സാർ, എനിക്ക് താല്പര്യമില്ല, അവൾ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ഫാമിലി കോടതിയിൽ പോയി ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്യൂ. അതുപോലെ മനോജ്, ആ പെൺകുട്ടിയെ ഇനി ശല്യപ്പെടുത്തരുത്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. താൻ തൻ്റെ ജോലി നോക്കി ജീവിക്കൂ. താൻ നല്ലതായിരുന്നുവെങ്കിൽ അവർ തന്നെ ഉപേക്ഷിച്ച് പോകില്ലല്ലോ. ഇനി നല്ലതാവാം സാർ, ഇനി നല്ലതാ
ഏതായാലും എനിക്ക് വേണ്ട സാർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്ത് ഫാമിലി കോർട്ടിൽ പോയി എന്തോന്ന് വെച്ചാൽ ചെയ്യൂ. പക്ഷെ നിന്നോട് പറയാനൊരു കാര്യമുള്ളത്, അവളെ ഇനി ശല്യപ്പെടുത്തരുത്. അവനെ കൊണ്ട് എഴുതി വെപ്പിച്ച് അവർ വിട്ടു. അവൻ എല്ലാ അർത്ഥത്തിലും പരാജിതനായിരുന്നു. എല്ലാം തൻ്റെ കയ്യിൽ നിന്ന് വന്ന കുഴപ്പമാണെന്ന് അവൻ അറിയാമായിരുന്നു. ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ അവൾ സമാധാനത്തോടെ ഹോസ്റ്റലിലേക്ക് പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മനോജ് ഇങ്ങനെ ആലോചിച്ചു. അവൾ ഡിവോഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ താനും അവളും കൂടി ഉള്ള എല്ലാ ബന്ധവും അവസാനിക്കും. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൾ അതിനൊക്കെ ഒന്നും പോവല്ലേ ദൈവമേ, എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കുറച്ച് പൈസ അവളായി കൊണ്ടു കൊടുക്കണം എന്നുള്ളതായിരുന്നു പിന്നീട് അവൻ്റെ ചിന്ത. അവൻ കൂട്ടുകാരെ എല്ലാം വിളിച്ചു, എനിക്ക് ജോലി വേണം, നീ കുറേ നാളുകൊണ്ട് ജോലി വേണം എന്ന് പറയും, നീ നിൻ്റെ ജോലി നോക്കി പോയേ. കൂട്ടുകാർ അവനെ കളിയാക്കി. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, എൻ്റെ ജീവിതത്തിൽ ഇതിപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. ജോലി ചെയ്ത് കുറച്ച് പൈസ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ അവൾക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറും. അവൻ്റെ സങ്കടാവസ്ഥ കണ്ട് ഒരു ജോലി കിട്ടി. അങ്ങനെ അവൻ ജോലിക്ക് പോകാനായി തീരുമാനിക്കുന്നു. അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അതിന് അവൻ കുറച്ച് പൈസ കൂട്ടുകാരിൽ നിന്ന് തന്നെ കടം വാങ്ങിച്ച് ജോലിക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. 1 മാസത്തെ സാലറി അത് അവളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ജോലിക്കായി ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.